ഇന്ന് രാവിലെ തന്നെ നമ്മ വായലെല്ലാം നേരാക്കുന്നുണ്ട്. ഇത് ഇന്നലെ നമ്മ ഓലമടിന്ന് വേണ്ടിട്ടേ അതിന് ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് സ്കൂളും പരിസരവും അതിന് സ്കൂളിൻ്റെ അടുത്ത് നമുക്കൊരു ഹോമിയോ ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ ആടെയെല്ലാം പോയി കുഞ്ഞ് വൃത്തിയാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൃത്തിയാക്കി കുഞ്ഞ് വരുമ്പോൾ അവർ നല്ലോണം ക്ഷീണിക്കുമല്ലോ. അവർക്ക് അവൽ നനച്ചത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചിന്. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളോടെല്ലാം വീട്ടിൽ നിന്ന് വയറ് ഇല കൊണ്ടുവരാൻ പറഞ്ഞിന്. കുറച്ച് കുഞ്ഞും അത് വാട്ടിയിട്ട് കൊണ്ടുവന്നിന്. ബാക്കിയുള്ളവർ പച്ച അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മുറിച്ച് റെഡിയാക്കണ്ടേ. കുറേ ഇല ആവശ്യമുണ്ട്, എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നു. അപ്പോൾ ഇത് നമ്മളെ കുറുക്കോട്ടിച്ചപ്പില, സാധാരണ പറയൽ വട്ടയില. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് നല്ലത്. മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാത് ഓരോരോ കുഞ്ഞുങ്ങൾക്ക് കണക്കായിട്ട് കൊടുക്കാമല്ലോ. അതും കുറച്ച് കിട്ടിയിട്ടുണ്ട്. കൂടുതലും വായലേനെ കിട്ടിയേ. അതിൻ്റെ ഇടയ്ക്ക് ഞാനും പോയിട്ട് സഹായിച്ചു. നമ്മൾ ഫ്രീ ഇല്ല ടീച്ചേഴ്സ് എല്ലാം സഹായിക്കുന്നത് ഇങ്ങനെ. അപ്പം അങ്ങനെ നമ്മൾ പടുപ്പ് ഹോമിയോ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇത് നമ്മളെ നല്ലവാടത്തിൻ്റെ കുഞ്ഞോ നല്ലവാടത്തിൻ്റെ എല്ലാ കുഞ്ഞോളും പിന്നെ എല്ലാം തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ നട്ടത്. കഴിഞ്ഞ വർഷം നമ്മൾ നട്ടിട്ട് പോയി അടുത്ത ഹോമിയോ ഹോസ്പിറ്റലിൽ അവരെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നതിനേക്കാളും തലേദിവസം തന്നെ ഭയങ്കര കാട് പിടിച്ചിട്ടുണ്ടായിന്. അവർ കാടെല്ലാം കൊത്തി എല്ലാം നല്ല ഇതാക്കീന്. അപ്പോൾ നമുക്കത് വൃത്തിയാക്കേണ്ടത് മാത്രമേ ഉണ്ടായിട്ടു. അപ്പോൾ നമ്മൾ അങ്ങനെ അത് വൃത്തിയാക്കി. പിന്നെ വൃത്തിയാക്കുമ്പോൾ ഹോസ്പിറ്റലല്ലേ, അപ്പോൾ കൈ ഇങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞ് ഗ്ലൗസ് എല്ലാം ഇട്ട് നമ്മളെ പിന്നെ മിടുക്കികളായ കുട്ടികളെല്ലാം വേസ്റ്റ് എല്ലാം പറക്കിയെടുത്തു. പിന്നെ അതേപോലെ തന്നെ നല്ല വാടത്തിൻ്റെ ചാർജ് എനക്കും അതേപോലെ തന്നെ ശ്രുതി മിസ്സിനാണ്. ശ്രുതി മിസ് അവിടെയെല്ലാം നല്ല മാച്ചിയെടുത്തിട്ടെല്ലാം വൃത്തിയാക്കി. ഇന്റർലോക്കിലെല്ലാം ഇന്നലെ കാട് കുത്തിയിട്ട് അതിൻ്റെ കുറേ പൊടിയെല്ലാം ഉണ്ടായിന്. അതെല്ലാം വാരി പറ്റുന്ന അടിച്ചു കൂട്ടി. അപ്പോഴത്തേക്കും ആൺകുട്ടികൾ ഗ്ലൗസ് എല്ലാം ഇട്ട് റെഡിയായി. അപ്പോൾ ആശുപത്രിയിലേക്ക് കയറുന്ന അവിടെ തന്നെ ഒരു മുള തെവുത്തിട്ട് വരുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ കത്തിക്ക് മൂർച്ച കുറവ്, എന്നാലും നമ്മളെത്തിയിട്ടത് കയ്യുന്നത്രയും കൊത്തി. പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ കുറേ പൂവിൻ്റെ തൈ കൊണ്ടുപോയിട്ടുണ്ടായിന്, പൂച്ചെടി. അപ്പോൾ അത് ഓരോരോ തൈ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഓരോരോ ഭാഗത്തേക്ക് ഓരോന്നും നടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് കഴിഞ്ഞ കൊല്ലം നമ്മൾ നട്ടതെല്ലാം കുറച്ച് ചത്തുപോയിന്. അപ്പോൾ ഇപ്പോൾ അത് പിള്ളേരെന്നെ കിളക്കുന്നുണ്ട്. അപ്പോൾ അവരത് മണ്ണെല്ലാം ഇട്ടെല്ലാം നേരാക്കി വെച്ചിന്. അപ്പോൾ അങ്ങനെ ഇത് നമ്മളെ സുരഭി ടീച്ചർ തൈയെല്ലാം നടുന്നുണ്ട്. അതിൽ ഓരോരോ പൂവെല്ലാം ഉണ്ട്. നമ്മൾ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി. നമ്മളെ സ്കൂളിൽ അത്യാവശ്യം നല്ലൊരു പൂന്തോട്ടം ഉണ്ട്. ആ പൂന്തോട്ടത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നത് എല്ലാ കൊല്ലം അങ്ങനെ. അല്ലെങ്കിലും കുഞ്ഞോ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ഇപ്പോൾ ഇതിൽ കുഞ്ഞോ കുറച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിന്. പിന്നെ ആൺകുട്ടികളെല്ലാം ചെയ്യാൻ ഉഷാറല്ലേ. അവർ പെട്ടെന്നത് നട്ടു. ചെമ്പരത്തിയും അങ്ങനെയില്ലേ, നമ്മളിവിടെ പറയില്ല മറ്റേനെ കൊണ്ടപ്പൂ എന്ന് പറയല്. കൊണ്ടപ്പൂവെല്ലാം നട്ട് എല്ലാം റെഡിയായി. ഇത് കഴിഞ്ഞ കൊല്ലം നട്ടത്. ഈ കളർ ചെടിയുടെ പേര് എനിക്കറിയില്ല. നല്ല രസമില്ലേ, ചുവപ്പ്. അതിനധികം പരിചരണമൊന്നും വേണ്ട. വെള്ളം ഒഴിച്ചാലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തുനിന്നില്ലേ കടയിൽ നിന്ന് നമുക്ക് കുടിക്കാനുള്ള വെള്ളമെല്ലാം കൊണ്ടുവന്നു. അപ്പോൾ വെള്ളമെല്ലാം നമ്മൾ ഇനി കുടിക്കണം. വെള്ളം കുടിക്കുന്ന സമയം കുറച്ച് നടാൻ ബാക്കിയുണ്ടായിന്. അത് നട്ടിട്ട് നമ്മൾ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ മുമ്പേ കാടെല്ലാം കുത്തി വൃത്തിയാക്കിക്കൊണ്ട് നമുക്ക് നടാൻ നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ ഇതിൽ ചെറിയൊരു വരി നമ്മൾ നട്ട് കഴിഞ്ഞാൽ എന്താവും, നല്ല കളർ ചെടിയല്ലേ, നല്ല രസം ഉണ്ടാവും അത് പിടിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ സ്ഥലത്ത് കാണിച്ചു കൊടുത്തു, ഇവിടെ കിളക്കണം എന്ന് പറഞ്ഞിട്ട് പിള്ളേർ ആടെയെല്ലാം കിളക്കുന്നുണ്ട്. പിന്നെ അത് നട്ടിട്ടാകുമ്പോൾ നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പിള്ളേർക്ക് കിളക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിള്ളേർ അവർക്ക് അറിയുന്ന രീതിയിലാണ് ഞങ്ങൾ കിളക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബാക്കി ഈ ഭാഗത്ത് നടാനുണ്ടായിന്. ഈ ഭാഗത്തെല്ലാം നട്ട് റെഡിയാക്കി. അതിൽ കാണുമ്പോൾ നല്ല രസമുണ്ട്. കാലാവസ്ഥ ഭയങ്കര വെയിൽ, മഴയൊരു തുള്ളി കിട്ടുന്നേ ഇല്ല. പിന്നെ ഇന്ന് വെള്ളം ഒഴിച്ചിട്ടെങ്കിൽ നാളേക്ക് വാടും തോന്നുന്നു, അത്രയധികം നല്ല ചൂടാണുള്ളത്. അപ്പം ഗേൾസ് പൂന്തോട്ടം ഉണ്ടാക്കുമ്പോൾ അവർക്കല്ലേ ഭയങ്കര താല്പര്യം. അപ്പോൾ ആമ്പിള്ളേരെല്ലാം കിളച്ചെല്ലാം റെഡിയാക്കി. പിന്നെ പെൺകുട്ടികളെല്ലാം തൈയെല്ലാം നട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് കൃത്യമായിട്ട് എണ്ണമെല്ലാം നോക്കി. ഇനി നമുക്ക് അപ്പം ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഇത്രയും തൈ ഉണ്ടോ എന്നെല്ലാം നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവർ വർത്താനം പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് നല്ല എൻജോയ് ചെയ്തിട്ട് അവരെല്ലാം ചെയ്യുന്നുണ്ട്. ചെയ്തിട്ടാകുമ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോ കൊടുത്തു. നല്ലൊരു രസമുണ്ട്. ഫോട്ടോ നിങ്ങളെ പിന്നെ കാണിക്കാം. ഇപ്പോൾ ആ വീഡിയോയിൽ കാണുമ്പോൾ നല്ല രസമില്ലേ. പിന്നെ ഇതും നമ്മൾ കഴിഞ്ഞ പോലെ നട്ട തന്നെ. ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല. ഇത് നല്ല ഇലയെല്ലാം നല്ല നല്ല രസം ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. മഞ്ഞയും പച്ചയും നല്ലൊരു കോമ്പിനേഷൻ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു റോസ് കളർ അത് ഏകദേശം നട്ടിട്ടാകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിലത്തെ അവർ നമുക്ക് പിന്നെ
വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി തന്നു. പിന്നെ കുറേ കഴിഞ്ഞ് തണിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ പിള്ളേരെല്ലാം വേഗം ഗ്ലൗസ് എല്ലാം മാറ്റി എല്ലാവരും കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആകുന്നുണ്ട്. അപ്പോഴത്തേക്ക് നല്ല ക്ഷീണം പിടിച്ചിന്. വെയിൽ എന്ന് പറഞ്ഞാൽ അത്രയും വെയിലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കുഞ്ഞും അങ്ങനെ വെയിൽ കൊള്ളുന്നില്ലല്ലോ. ഒരു PT പീരീഡ് മാത്രം കുറച്ച് വെയിൽ കൊള്ളുന്നത്. അപ്പം നമ്മ പോലെ നല്ല നല്ല സ്ഥലത്ത് ഇരുന്നിട്ടും നിന്നിട്ടും എല്ലാം വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റത്തെ ഒന്ന് ബാക്കിയുണ്ടായിന്, അത് ഞാനും എടുത്തു. ഞാൻ വലിയ കളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വീഡിയോയും ഫോട്ടോ എല്ലാം എടുത്തതേ ഇല്ലൂ. പിള്ളേർ എന്നിട്ട് സൂപ്പർ ടേസ്റ്റ് എന്നെല്ലാം പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു ഞാനും കുടിച്ചു നോക്കട്ടെ പറഞ്ഞു. എനിക്ക് നല്ല രീതിയിൽ സൂപ്പർ ടേസ്റ്റ് കിട്ടി. പിന്നെ അവിടെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ബോക്സ് ഉണ്ട്. അതിലേക്ക് നമ്മളെല്ലാം കളഞ്ഞിട്ടുള്ള മാതൃകയായി. ഇനിയും കുറച്ച് ചെടി ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള ചെടി നട്ട് തീർക്കാൻ വേണ്ടിയിട്ടുണ്ടായിന്. അപ്പം അതിൻ്റെ അടുക്ക് ഓരോന്നോരോന്ന് കഴിഞ്ഞ കൊല്ലം നട്ടതിൻ്റെ അവിടെ പിന്നെ ചത്തുപോയതും അങ്ങനെയെല്ലാം ഉണ്ടായിന്. അതെല്ലാം കൊത്തി വൃത്തിയാക്കി നമ്മൾ അതിൻ്റെ അടുക്ക് നട്ടു. അവിടെ നമ്മൾ ഇടപ്പറയിൽ കാനപ്പാടുന്നു വലിയ മരമുണ്ട്. അതിൻ്റെ അടിയിൽ നട്ടാൽ അത്രയധികം ആവണമെന്നില്ല. പക്ഷെ ഇത് കളർ ചെടിയല്ലേ, കളർ ചെടി ആയതുകൊണ്ട് എന്തായിരുന്നാലും അത് പിടിക്കും തോന്നി. അപ്പം അങ്ങനെ അധികം പരിചരണം വേണ്ട, അതുകൊണ്ട് നമ്മൾ അങ്ങനെ നട്ടു നോക്കി. ആവുന്നെങ്കിൽ ആവട്ടെ വിചാരിച്ചു. പിന്നെ ഇനി തുലാവർഷം വരാനുണ്ടല്ലോ. അപ്പം എന്തായാലും ഉച്ച കഴിയുമ്പോഴത്തേക്കും മഴയാവും. അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല. നല്ല വേനലിൻ്റെ സമയത്ത് ആഴ്ചക്കോ അങ്ങനെ എന്തെങ്കിലും വെള്ളം ഒഴിച്ചാൽ മതിയിന്. പിന്നെ ബാക്കി കുറച്ച് സ്ഥലത്തും കൂടി നടാനുണ്ടായിന്. അങ്ങനെ അവരത് പൂന്തോട്ടം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ വിചാരിച്ചു. നല്ല രീതിയിൽ കളിച്ചു കിട്ടുമോ കുഞ്ഞു, നമ്മൾ കാണുന്ന പോലെയല്ല, ഒരു നല്ല രീതിയിൽ കളിച്ചു വന്നു. ഇനി ബാക്കിയിലെ ചെടിയുണ്ട്, ആ ചെടിയെല്ലാം നടാൻ വേണ്ടിയിട്ടായി. അപ്പോഴത്തേക്ക് ഈ ചെറിയ മുളത്തൈ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കൊത്തുന്നതനുസരിച്ച് പിള്ളേരും ടീച്ചറെല്ലാം കൊണ്ടുപോയി അതിനൊരു സ്ഥലത്തേക്ക് കളഞ്ഞു. അതിന് ഉണങ്ങുന്ന സമയത്ത് ഭയങ്കര മുള്ളായിരിക്കും. പിന്നെ റോഡ് സൈഡിലേക്ക് വരുമ്പോൾ ഹോസ്പിറ്റലിലേക്കെല്ലാം 1-2 പ്ലാസ്റ്റിക് കവറെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ പറക്കി എല്ലാം കൃത്യമായിട്ട് കളഞ്ഞു. ഇതാണ് നമ്മൾ നട്ടത്. അപ്പോൾ നട്ടിട്ട് പിന്നെ നമുക്കൊരു ഫോട്ടോ എല്ലാം എടുക്കണ്ടേ, നല്ല പാടും ബാനറെല്ലാം വെച്ച് നമ്മളൊരു ഫോട്ടോ എല്ലാം എടുത്തു. നേരെ തിരിച്ച് സ്കൂളിലേക്ക് കുറച്ച് നടക്കാൻ ഭയങ്കര ക്ഷീണമായിപ്പോയി നമുക്ക്. അപ്പം അങ്ങനെ ബസ് വന്നു. സ്കൂൾ ബസ്സിൽ നമ്മൾ സ്കൂളിലേക്ക് പോയത്. ബാക്കിയുള്ള കുഞ്ഞുമെല്ലാം പിന്നെ അവലും അതെല്ലാം അടന്ന് തിന്നുന്നുണ്ടാവും. നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് മാറ്റി വെച്ചിന്. അപ്പോഴത്തേക്കും ഇലയെല്ലാം റെഡി ഉണ്ടായിന്. നമുക്ക് കുറുക്കുടി ചപ്പല കിട്ടിയിട്ടാ. അപ്പം നമ്മൾ അവലെല്ലാം തിന്നു. അവലും പഴവും പിന്നെ അങ്ങനെ ഒരു ചെറിയൊരു കോമ്പിനേഷനാണ്. അവലും പഴവും അതെല്ലാം കഴിച്ചു.